തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ കുടുംബ ബന്ധങ്ങളെ പോലും തകർക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നതിന്റെ ഭയാനകമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട് സർക്കാർ നൽകിയ സാമ്പത്തിക സഹായമായ 5000 രൂപ സ്വീകരിച്ചതിന് സ്വന്തം അമ്മയെ ക്രൂരമായി മർദ്ദിച്ചെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു തമിഴക വെട്രിക്കഴകം പ്രവർത്തകൻ. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് യുവാവ് ഈ ക്രൂരത അഭിമാനപൂർവ്വം വിളിച്ചു പറഞ്ഞത്. നടൻ വിജയിന്റെ പാർട്ടിയായ TVKയുടെ ഒരു പരിപാടിക്കിടെയാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രതികരണം തേടിയത്. ഇതിനിടയിലാണ് യുവാവ് തന്റെ വീട്ടിലുണ്ടായ അക്രമം വെളിപ്പെടുത്തിയത്. ആ പണം വാങ്ങിയതിനെ ഞാൻ എന്റെ അമ്മയെ അടിച്ചു ബ്രോ, ആ പണം വാങ്ങരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. അമ്മയെ അടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്നതായിരുന്നു യുവാവിന്റെ വാക്കുകൾ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തരുന്ന പണത്തിന് ജീവിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും തന്റെ വീട്ടിൽ ആ പണം വേണ്ടെന്നുമാണ് യുവാവിന്റെ നിലപാട്. സ്റ്റാലിനോടുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാൻ സ്വന്തം അമ്മയെ മർദ്ദിച്ച യുവാവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ പോലും ഉപദ്രവിക്കുന്ന നിലയിലേക്ക് യുവത്വം മാറുന്നത് അപകടകരമാണെന്നത് പലരും ചൂണ്ടിക്കാട്ടുന്നു. ഈ പദ്ധതി പ്രകാരം അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകി വരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ വിഹിതമായ 3000 രൂപയും പ്രത്യേക വേനൽക്കാല സഹായമായി 2000 രൂപയും ചേർത്താകെ 5000 രൂപയാണ് ഈ മാസം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലെത്തിയത്. തമിഴ്നാട്ടിൽ ഉടനീളമുള്ള 1.31 കോടി സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം 5000 രൂപ വീതം എത്തിയത്. സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ഈ തുക വലിയ ആശ്വാസമാണ് നൽകിയത്. എന്നാൽ പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിട്ടാണ് കാണുന്നത്. വിജയിന്റെ പാർട്ടിയായ TVKയും ഈ പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് TVK അധ്യക്ഷൻ വിജയ് നേരത്തെ പ്രതികരിച്ചിരുന്നു. സർക്കാർ നൽകുന്ന പണം വാങ്ങുന്നതിൽ തെറ്റില്ല, അത് ജനങ്ങളുടെ പണമാണ്. ആ പണം വാങ്ങി അവർക്ക് തന്നെ വിസിൽ അടിക്കൂ എന്നായിരുന്നു വിജയുടെ നിലപാട്. എന്നാൽ നേതാവിന്റെ ഈ വാക്കുകൾ പോലും ഉൾക്കൊള്ളാതെയാണ് അക്രമാസക്തനായ പ്രവർത്തകൻ അമ്മയെ മർദ്ദിച്ചത്. അമ്മയെ മർദ്ദിച്ച വിവരം ക്യാമറയ്ക്ക് മുന്നിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെയാണ് യുവാവ് പറഞ്ഞത്. അവൻ തരുന്ന പണത്തിന് ജീവിക്കണമെന്ന ആവശ്യമേ ഇല്ലെന്ന് സ്റ്റാലിനെ ഏകവചനത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇയാൾ ആക്രോശിച്ചത്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് മറ്റുള്ളവരോടുള്ള വിദ്വേഷമായി മാറുന്നതിന്റെ നേർചിത്രമാണ് ഇവിടെ കാണുന്നത്. സംഭവം വിവാദമായതോടെ DMK IT വിങ്ങും അനുഭാവികളും വീഡിയോ സജീവമായി പ്രചരിപ്പിക്കുന്നുണ്ട്. വിജയിന്റെ പാർട്ടി പ്രവർത്തകർ സ്ത്രീ വിരുദ്ധരും അക്രമാസക്തരുമാണെന്ന് വരുത്തി തീർക്കാനാണ് DMKയുടെ ശ്രമം. സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ കഴിയാത്തവരാണോ തമിഴ്നാട് ഭരിക്കാൻ വരുന്നത് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നു. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. DMK അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഈ സഹായധനം പ്രതിമാസം 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനെ പ്രതിരോധിക്കാൻ AIADMKയും TVKയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോഴാണ് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത്.